ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? എ. സിവിൽ നിയമ ലംഘനം, ബി. നിസ്സഹകരണ സമരം, സി. ഉപ്പു സത്യാഗ്രഹം, ഡി. പൂർണ്ണ സ്വരാജ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഉത്തരം ബി. നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭം ഏതാണ്? ഉത്തരം ബി ആണ്, നിസ്സഹകരണ സമരം. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമരകാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? എ. ഡബ്ല്യു.സി. ബാനർജി, ബി. ബാലഗംഗാധര തിലക്, സി. ഗോപാലകൃഷ്ണൻ ഗോഖലെ, ഡി. ഫിറോസ് ഷാ മേത്ത. ഇന്ത്യൻ സമരകാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര്? ഉത്തരം ബി. ബാലഗംഗാധര തിലക്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? എ. റാഷ് ബിഹാരി ബോസ്, ബി. അരുണ ആസിഫ് അലി, സി. സുഭാഷ് ചന്ദ്ര ബോസ്, ഡി. ലാലാ ലജ്പത് റായ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? ഉത്തരം സി. സുഭാഷ് ചന്ദ്രബോസ്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? എ. 42-ാം ഭരണഘടനാ ഭേദഗതി, ബി. 44-ാം ഭരണഘടനാ ഭേദഗതി, സി. 52-ാം ഭരണഘടനാ ഭേദഗതി, ഡി. 54-ാം ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം ബി. 44-ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? എ. ജവഹർലാൽ നെഹ്റു, ബി. ആർ. അംബേദ്കർ, സി. രാജേന്ദ്ര പ്രസാദ്, ഡി. എസ്. രാധാകൃഷ്ണൻ. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ബി. ഡോക്ടർ ബി. ആർ. അംബേദ്കർ. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ ബി. ആർ. അംബേദ്കർ. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? എ. സുപ്രീം കോടതി, ബി. ജില്ലാ കോടതി, സി. ഹൈക്കോടതി, ഡി. മജിസ്ട്രേറ്റ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ഉത്തരം സി. ഹൈക്കോടതി. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? എ. ബ്രിട്ടൻ, ബി. ദക്ഷിണാഫ്രിക്ക, സി. ഇന്ത്യ, ഡി. ഫ്രാൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഉത്തരം സി. ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഉത്തരം സി. ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ. നൈൽ, ബി. ആമസോൺ, സി. ഗംഗ, ഡി. പെരിയാർ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം എ. നൈൽ. രാത്രി 12 മണിക്ക് സൂര്യൻ ഉദിക്കുന്നത് ഏത് രാജ്യത്താണ്? എ. നോർവേ, ബി. സ്വീഡൻ, സി. ഈജിപ്ത്, ഡി. ഡെൻമാർക്ക്. രാത്രി 12 മണിക്ക് സൂര്യൻ ഉദിക്കുന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം എ. നോർവേ. ആകാശത്തേക്ക് നോക്കാൻ കഴിയാത്ത മൃഗം ഏത്? എ. ആട്, ബി. ആന, സി. പശു, ഡി. പന്നി. ഉത്തരം ഡി. പന്നി. ആകാശത്തേക്ക് നോക്കാൻ കഴിയാത്ത മൃഗം ഏത്? ഉത്തരം ഡി. പന്നി. പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏത്? എ. ചൈന, ബി. ഇന്ത്യ, സി. ജപ്പാൻ, ഡി. അമേരിക്ക. പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏത്?
ഉത്തരം ബി ഇന്ത്യ. പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏത്? ഉത്തരം ബി ഇന്ത്യ. സൂര്യൻ ആദ്യം ഉദിക്കുന്ന രാജ്യം ഏതാണ്? എ സമോവ, ബി ജപ്പാൻ, സി ബ്രസീൽ, ഡി ബ്രിട്ടൻ. സൂര്യൻ ആദ്യം ഉദിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം എ സമോവ. സൂര്യൻ ആദ്യം ഉദിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം എ സമോവ. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത്? എ സഹാറ, ബി താർ, സി ഗോബി, ഡി കാർക്രോസ്. ഉത്തരം എ സഹാറ. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത്? ഉത്തരം എ സഹാറ. മനുഷ്യ ശരീരത്തിലെ വിഷം കൂടിയ ഭാഗം ഏത്? എ വായ, ബി കരൾ, സി നഖം, ഡി പൊക്കിൾ. മനുഷ്യ ശരീരത്തിലെ വിഷം കൂടിയ ഭാഗം ഏത്? ഉത്തരം ബി കരൾ. മനുഷ്യ ശരീരത്തിലെ വിഷം കൂടിയ ഭാഗം ഏത്? ഉത്തരം ബി കരൾ. വയറിൽ ചെവിയുള്ള ജീവി ഏത്? എ അരണ, ബി ഈച്ച, സി പുൽച്ചാടി, ഡി ഒച്ച്. വയറിൽ ചെവിയുള്ള ജീവി ഏത്? ഉത്തരം സി പുൽച്ചാടി. വയറിൽ ചെവിയുള്ള ജീവി ഏത്? ഉത്തരം സി പുൽച്ചാടി. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഏത്? എ പരുന്ത്, ബി കാക്ക, സി കഴുകൻ, ഡി സ്വിഫ്റ്റ്. ഉത്തരം എ പരുന്ത്. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ പരമാധികാരം, ബി സ്ഥിതി സമത്വം, സി റിപ്പബ്ലിക്, ഡി മൗലികാവകാശങ്ങൾ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഡി മൗലികാവകാശങ്ങൾ. കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? എ ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല, ബി റൗലറ്റ് നിയമം, സി വാഗൺ ട്രാജഡി, ഡി ചൗരി ചൗര സംഭവം. കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? ഉത്തരം എ ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല. കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? എ നരേന്ദ്രൻ, ബി കുമാരഗുരുദേവൻ, സി അയ്യപ്പൻ, ഡി നാണു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? ഉത്തരം സി അയ്യപ്പൻ. ഇന്ത്യയിൽ നിന്ന് സൂപ്പർ ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിനോദസഞ്ചാര കേന്ദ്രം ഏത്? എ മുംബൈ, ബി ഗോവ, സി കേരളം, ഡി കർണാടക. ഉത്തരം സി കേരളം. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? എ മധ്യപ്രദേശ്, ബി കർണാടക, സി മഹാരാഷ്ട്ര, ഡി ഹരിയാന. ഉത്തരം എ മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? എ അരുണാചൽ പ്രദേശ്, ബി ഛത്തീസ്ഗഡ്, സി ആന്ധ്രാപ്രദേശ്, ഡി ഗോവ. ഉത്തരം സി ആന്ധ്രാപ്രദേശ്.
കേരളത്തെ പോലെ വേഴാമ്പൽ സംസ്ഥാന പക്ഷിയായ മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ. ബീഹാർ, ബി. അരുണാചൽ പ്രദേശ്, സി. ഛത്തീസ്ഗഡ്, ഡി. ആസാം. ഉത്തരം ബി. അരുണാചൽ പ്രദേശ്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ. ബീഹാർ, ബി. അരുണാചൽ പ്രദേശ്, സി. ഛത്തീസ്ഗഡ്, ഡി. ആസാം. ഉത്തരം ബീഹാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമാ പ്രദർശനശാലകളുള്ള സംസ്ഥാനം ഏത്? എ. കേരളം, ബി. ആന്ധ്രാപ്രദേശ്, സി. മഹാരാഷ്ട്ര, ഡി. ഡൽഹി. ഉത്തരം ബി. ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? എ. കേരളം, ബി. ആന്ധ്രാപ്രദേശ്, സി. മഹാരാഷ്ട്ര, ഡി. ഡൽഹി. ഉത്തരം ബി. ആന്ധ്രാപ്രദേശ്. 2017 നോ ഹെൽമെറ്റ് നോ പെട്രോൾ നിയമം പാസാക്കിയ സംസ്ഥാനം ഏത്? എ. കേരളം, ബി. ആന്ധ്രാപ്രദേശ്, സി. മഹാരാഷ്ട്ര, ഡി. ഡൽഹി. ഉത്തരം ബി. ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ. ഗോവ, ബി. മഹാരാഷ്ട്ര, സി. ഡൽഹി, ഡി. ഗുജറാത്ത്. ഉത്തരം ഡി. ഗുജറാത്ത്. മനോഹരമായ ബീച്ചുകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ. ഗോവ, ബി. മഹാരാഷ്ട്ര, സി. ഡൽഹി, ഡി. ഗുജറാത്ത്. ഉത്തരം എ. ഗോവ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ. ഗോവ, ബി. മഹാരാഷ്ട്ര, സി. ഡൽഹി, ഡി. ഗുജറാത്ത്. ഉത്തരം ഡി. ഗുജറാത്ത്. ഇന്ത്യയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്ന ഒരേയൊരു സംസ്ഥാനം ഏത്? എ. ഹരിയാന, ബി. ബീഹാർ, സി. ജമ്മു കാശ്മീർ, ഡി. കർണാടക. ഉത്തരം സി. ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ച സംസ്ഥാനം ഏത്? എ. കേരളം, ബി. ബീഹാർ, സി. തമിഴ്നാട്, ഡി. കർണാടക. ഉത്തരം എ. കേരളം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. ആറ്റിങ്ങൽ കലാപം, ബി. പുന്നപ്ര വയലാർ സമരം, സി. നിവർത്തന പ്രക്ഷോഭം, ഡി. മലബാർ കലാപം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി. പുന്നപ്ര വയലാർ സമരം. ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെ? എ. മുംബൈ, ബി. ഡൽഹി, സി. അഹമ്മദാബാദ്, ഡി. കേരളം. ഉത്തരം എ. മുംബൈ. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏത്? എ. പനി, ബി. പ്ലേഗ്, സി. ക്യാൻസർ, ഡി. കഫക്കെട്ട്. ഉത്തരം ബി. പ്ലേഗ്.
വിരലുകൾ ഇല്ലെങ്കിലും നഖങ്ങൾ ഉള്ള ജീവി ഏത്? എ കുതിര, ബി പൂച്ച, സി ആന, ഡി ജിറാഫ്. ഉത്തരം സി ആന. ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകൾ ഉണ്ട്? എ 36, ബി 37, സി 38, ഡി 30. ഉത്തരം എ 36. വിറ്റാമിൻ സി കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏത്? എ സ്കർവി, ബി ഗോയിറ്റർ, സി നിശാന്തത, ഡി മഞ്ഞപ്പിത്തം. ഉത്തരം എ സ്കർവി. ഭക്ഷണം കഴിച്ച ഉടനെ കുളിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ത്? എ കരൾ രോഗം, ബി വൃക്കാരോഗം, സി ദഹനക്കേട്, ഡി അറ്റാക്ക്. ഉത്തരം സി ദഹനക്കേട്. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയ്ക്കുന്ന ഭക്ഷണം ഏത്? എ ശർക്കര, ബി തേൻ, സി ഉപ്പ്, ഡി പഞ്ചസാര. ഉത്തരം ഡി പഞ്ചസാര. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? എ ഗോവ, ബി ആസാം, സി കേരളം, ഡി കർണാടക. ഉത്തരം എ ഗോവ. കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏത്? എ കഥകളി, ബി മോഹിനിയാട്ടം, സി ഒപ്പന, ഡി മാർഗംകളി. ഉത്തരം ബി മോഹിനിയാട്ടം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? എ മലപ്പുറം, ബി എറണാകുളം, സി തൃശ്ശൂർ, ഡി കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? ഉത്തരം സി തൃശ്ശൂർ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? എ നരേന്ദ്രൻ, ബി കുമാരഗുരുദേവൻ, സി അയ്യപ്പൻ, ഡി നാണു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? ഉത്തരം സി അയ്യപ്പൻ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ പരമാധികാരം, ബി സ്ഥിതി സമത്വം, സി റിപ്പബ്ലിക്, ഡി മൗലികാവകാശങ്ങൾ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഡി മൗലികാവകാശങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? എ മലപ്പുറം, ബി എറണാകുളം, സി തൃശ്ശൂർ, ഡി കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? ഉത്തരം സി തൃശ്ശൂർ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? എ സർദാർ വല്ലഭായ് പട്ടേൽ, ബി ജവഹർലാൽ നെഹ്റു, സി ബി ആർ അംബേദ്കർ, ഡി വി പി മേനോൻ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം ഡി വി പി മേനോൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? എ എച്ച് എൻ കുൻസ്രു, ബി പി എൻ പണിക്കർ, സി ഫസൽ അലി, ഡി കെ എം പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? ഉത്തരം ഡി കെ എം പണിക്കർ.
താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? എ. പോണ്ടിച്ചേരി, ബി. ദാമൻ, സി. ദിയു, ഡി. ഗോവ. താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? ഉത്തരം എ. പോണ്ടിച്ചേരി. റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? എ. മേഘാലയ, ബി. സിക്കിം, സി. അരുണാചൽ പ്രദേശ്, ഡി. മണിപ്പൂർ. റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? ഉത്തരം ബി. സിക്കിം. ലോകത്ത് ഏറ്റവും കൂടുതൽ പിരമിഡുകൾ ഉള്ള രാജ്യം ഏത്? എ. സുഡാൻ, ബി. സൊമാലിയ, സി. നൈജീരിയ, ഡി. ഈജിപ്ത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പിരമിഡുകൾ ഉള്ള രാജ്യം ഏത്? ഉത്തരം എ. സുഡാൻ. തെക്കേ ഇന്ത്യയിൽ കാണപ്പെടാത്ത ഒരു ഭൂപ്രകൃതി ഏത്? എ. തീരപ്രദേശം, ബി. കായൽ, സി. മരുഭൂമി, ഡി. പീഠഭൂമി. തെക്കേ ഇന്ത്യയിൽ കാണപ്പെടാത്ത ഒരു ഭൂപ്രകൃതി ഏത്? ഉത്തരം സി. മരുഭൂമി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ള രാജ്യം ഏത്? എ. അമേരിക്ക, ബി. ഇന്ത്യ, സി. ചൈന, ഡി. പാകിസ്ഥാൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഏത്? ഉത്തരം ബി. ഇന്ത്യ. ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിലെത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കൾ ആക്കി മാറ്റുന്നത് എന്ത്? എ. കരൾ, ബി. വൃക്ക, സി. ചെറുകുടൽ, ഡി. വൻകുടൽ. ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിലെത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കൾ ആക്കി മാറ്റുന്നത് എന്ത്? ഉത്തരം എ. കരൾ. ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏതു നിറത്തിൽ കാണപ്പെടുന്നു? എ. വെള്ള നിറം, ബി. തവിട്ടു നിറം, സി. ചുവപ്പു നിറം, ഡി. ഇരുണ്ട നിറം. ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏതു നിറത്തിൽ കാണപ്പെടുന്നു? ഉത്തരം ഡി. ഇരുണ്ട നിറം. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ. ബത്തേരി, ബി. ഫറൂഖ്, സി. ഒളവണ്ണ, ഡി. കടലുണ്ടി. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം സി. ഒളവണ്ണ. സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. ശാസ്ത്രം, ബി. പരിസ്ഥിതി, സി. ആരോഗ്യം, ഡി. കാർഷികം. സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി. പരിസ്ഥിതി.